ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി DK Tales. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. യെസ്, അപ്പൊ എല്ലാവർക്കും ബിലേറ്റഡ് ഹാപ്പി ഓണം. ഈ വ്ളോഗ് എന്നത്തേക്കാണ് എഡിറ്റ് ചെയ്ത് വരിക അതെനിക്ക് പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് പെട്ടെന്ന് തന്നെ വരും. അപ്പൊ നമ്മൾ ഇന്ന് ആക്ച്വലി തിരുവോണമാണ്. അപ്പൊ തിരുവോണത്തിന്റെ അന്നത്തെ ഒരു ദിവസമാണ് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ കഴിച്ചു വെക്കുന്നത്. അപ്പൊ ഇത്തവണത്തെ ഓണം ഇച്ചിരി ഡിഫറെന്റ് ഓണാണ്. നമ്മൾ നാട്ടിലേക്കൊന്നും പോകുന്നില്ല, പകരം അതെ എല്ലാ പ്രാവശ്യവും വീട്ടിലാണല്ലോ എല്ലാവരും ഓണം ആഘോഷിക്കും. ഇത്തവണ ഞങ്ങളുടെ വീട്ടിലാണ് ഓണം ആഘോഷിക്കണേ. കുക്കുവിന്റെ വീട്ടിൽ നിന്ന് ഉപ്പച്ചിയും അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്തവണ ഫ്ലാറ്റിലാണ് ഓണം ആഘോഷിക്കാൻ പോകുന്നത്. അപ്പൊ ഇന്നലെ രാത്രി ഞങ്ങൾ പൂവൊക്കെ മേടിച്ച് പൂക്കളൊക്കെ ഇട്ടു. അതൊക്കെ രാത്രി പണിയൊക്കെ തീർത്ത് വെച്ചു. രാവിലെ എണീറ്റ് കുളിച്ച് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അവരവിടുന്ന് രാവിലെ പുറപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതാനും നിമിഷങ്ങൾക്കകം അവരെ എത്തിച്ചിരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ കുടുംബത്തോടൊപ്പമുള്ള ഒരു ഓണമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഓക്കേ, ലൈറ്റ് ഓഫ് ആണ്. ഫാൻ അവിടുത്തെ ഓഫ് ആണല്ലോ. ഒന്ന്, രണ്ട്, മൂന്ന്, നാലാമത്തെ ആളവിടെ. 4. അമ്മേ ഹാപ്പിയോണം, ഹാപ്പിയോണം. മമ്മി സുന്ദരിയുണ്ടല്ലോ. മമ്മീനെ എന്താ മമ്മി സുന്ദരിയുണ്ടല്ലോ, സുന്ദരിയുണ്ടല്ലോ അമ്മേ. വാസപ്പുവാ ഇത് വ്ളോഗല്ലേ, മൊബൈല്. തൃക്കാരപ്പൻ നിങ്ങൾ എന്താ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്? എന്താ ഏതാ സ്ഥലം? ഗ്ലോബ് ശരിയല്ല എന്നാണ് അടിക്കൂടെ പറയണേ. എന്തോ തള്ളാമെന്നാ എനിക്ക്. വാ ചായ കുടിക്കാം. അതൊന്നും പറഞ്ഞിട്ടില്ല. കട്ടൻ ചായ കുടിക്കാലോ. ഒരാൾ ഓടുന്നു. ഓക്കെ, നമ്മളിത് ചായ കുടിക്കൽ പ്രക്രിയയിലേക്ക് കടന്നിരിക്കുകയാണ്. ഫ്ലോപ്പായ പഴം പുഴുങ്ങിയതും അതെ ബാക്കി പിന്നെ മമ്മിയുടെ കഴിച്ചിട്ടില്ല. പിന്നെ ഇവര് ഓൾറെഡി ചായ കുടിച്ചിട്ടാണ് വന്നത്. അപ്പൊ നമ്മളെല്ലാരും കൂടെ നൈസായിട്ട് ഒരു കട്ടൻ ചായ കുടിച്ച് ഓണം അതാ സൈഡ്. എങ്ങനെയുണ്ട് മച്ചി ഫ്ലാറ്റ്? കാശെടുത്ത് പറയിച്ചതൊക്കെ. പുതിയ ഫ്ലാറ്റിലേക്ക് ഞങ്ങൾ മാറിയിട്ട് ആദ്യമായിട്ടാണ് വരണേ. അതത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്നാ ചായ കുടിക്കാം. കൂട്ടുള്ള കളിയില്ല. ഇത് ഓണത്തിന് കിട്ടിയ ട്രോഫിയാണോ? മൈൻഡ് പോലില്ല. ഇതൊക്കെ എന്താണ് നിനക്ക് പറയാനുള്ളത്? എല്ലാവർക്കും എന്റെ ഓണം നിറഞ്ഞ ഹൃദയാശംസകൾ. ഓക്കെ ഓക്കെ, കേട്ടല്ലോ. എല്ലാവരും ലൈക്ക്, ഷെയർ, കമന്റ് അടിക്കേണ്ടതാണ്. സബ്സ്ക്രൈബ് ചെയ്യണോ? എന്താന്ന് ഇവിടെ കഴിച്ചില്ലേ? ഉമ്മച്ചിക്ക് എന്താണ് ഓണത്തെ പറ്റി 2 വാക്ക് സംസാരിക്കുന്നത്? അതൊന്ന് സൗണ്ട് ഓർക്കോ? കേരളോത്സവമാണ്. സദ്യ
ഞാനാ സദ്യ നോക്കിയിട്ടാണ് കുണ്ടു ഇരിക്കണേ. സദ്യക്ക് വേണ്ടി കുണ്ടു വയറ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. രാവിലെ ഭക്ഷണം പോലും വേണ്ടെന്ന് പറഞ്ഞേ. ഉമ്മച്ചി പറഞ്ഞില്ല ഓണത്തെ പറ്റി 2 വാക്ക് പറയണം. മാവേലി വരും. സീനാണ്, മരങ്ങളില്ല. ഞങ്ങളെല്ലാ പ്രാവശ്യം വീട്ടിലല്ല ഓണം ആഘോഷിക്കാറ്. ഇപ്രാവശ്യം നമ്മളൊന്നൊരു ഇങ്ങോട്ട് വന്ന് ഇവിടെ ആഘോഷിക്കാൻ അവിടെ ഇവിടെയാണെങ്കിലും നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കും. അതാണ് നമ്മുടെ ഓണം. അത്രേ ഉള്ളൂ. കുണ്ട്രുവിന് എന്താണ് ഇതിനെ പറ്റി പറയാം? ഫാൻ മൂഞ്ഞാലിടാവാക്ക ജാഗോ. ഓക്കെ, കസേരക്കളി. കസേര ഇവിടെ ഉണ്ട്. നമ്മളവിടെ ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ പറമ്പിൽ കുറെ മത്സരങ്ങൾ ഉണ്ടാവും. മത്സരം ഉണ്ടാവുന്ന് അങ്ങനെ പറ. നീ പോയി നീ അതുവരെ കണ്ടിട്ടില്ലേ? പിന്നെ എല്ലാ ഓണത്തിന് അവിടെ ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എന്തോന്നുണ്ടായി പക്ഷെ ഇവിടെ ഇപ്പൊ നമ്മള് ആലോചിച്ചു ഓണായിട്ട് ഇനിയിപ്പൊ നമുക്ക് എവിടെ കൊണ്ടാവാന്നൊക്കെ. എവിടെ കൊണ്ടാവാനൊന്നുമില്ല. കണ്ട, ചോറാണ് കൊണ്ടുവരേണ്ട ലക്ഷ്യം. അവർക്കൊന്നും പറയാണ്ട് പ്രകൃതം അതെനിക്ക് മനസ്സിലായി. ഇതിനെ പറ്റി തക്കുന് എന്താ പറയാനുള്ളത്? ഞാൻ എന്ത് പറയാനാ? തക്കു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്താ സംഭവിച്ചു? ദൈവത്തിന്റെ വിളി വന്നവന്. വല്ലാത്തൊരു വിളിയായിരുന്നത്. അതെ, വർഗീസോ എല്ലാരും ലൈക്ക് അടിച്ച് കമന്റ് ഒക്കെ ചെയ്ത് എന്നെ കണ്ട്. ഇത് ഓണം കഴിഞ്ഞൊരു ഒരാഴ്ച കഴിഞ്ഞ ഇത് വരിക. വന്നാ വന്ന്. അയ്യോ, അപ്പൊ ലൈക്ക് അടിച്ചാ മതി. അപ്പൊ ലൈക്ക് അടിച്ചാൽ മതി. അപ്പൊ എന്റെ അക്കൗണ്ടിൽ കുറെ വീഡിയോസ് ഉണ്ട്. ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യാം, പൊക്കി വിടാം. ഓക്കെ, ഓക്കെ. അപ്പൊ ഇനി നമ്മള് ചായ കുടിച്ച് റെസ്റ്റ് എടുക്കുവാണ്. സദ്യക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാരും കണ്ടോ, വാതിൽ നോക്കി നിൽക്കുക. സദ്യ ഇപ്പൊ വരും. നോക്കൂ, സദ്യനെ 10:30 പോയി എടുക്കാം. സ്ക്രൂ ഡ്രൈവർ ഇല്ല ഇവിടെ. നമുക്ക് വേണമെങ്കിൽ താഴെ പോയിട്ട് കൈ വിട്ടെല്ലാരും വിളിക്കാം. ഊഞ്ഞാലാടിയാ പോരെ? വാതാട്ടിക്ക് ഊഞ്ഞാലിന്റെ ഇവിടെ. ഊഞ്ഞാലാടിയിട്ട് അത്രക്കേ. സദ്യയുടെ സമയമായിട്ടുണ്ട്. കുക്കും തക്കും കൂടെ സദ്യ ഏൽപ്പിച്ചേക്കാം നമ്മൾ. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോയേക്കാം. സദ്യക്ക് ഇപ്പൊ കവറിലാണോ? ഓക്കെ, സദ്യ കവറിലാക്കി വന്നിട്ടുണ്ട്. അവിടെ വ്ളോഗ് ഉണ്ട്, റിലാക്സേഷനിലോ. എത്ര പെട്ടെന്നാ? 11:30 ആയിട്ടുള്ളൂ. 12 മണി കഴിക്കണം. അത് ശരിയാ, ഇവര് 12 മണിക്ക് നിമിഷങ്ങളിൽ നമ്മൾ നേരത്തെ കഴിക്കാറുള്ളതല്ലേ. എന്നിട്ട് ഇതിനെ നേരത്തെ വിശന്നവർക്ക് ഇവിടെ ബഹളാണ്, ബഹളം. ഓക്കെ, കാണിക്കും എന്തൊക്കെ ഉണ്ടോ നോക്കട്ടെ. ലൈറ്റ് ഇടോ, ലൈറ്റ് ഇടോ. ബഹളാണുള്ളത്.
ഫോണെടുത്ത് കുളിച്ചു നിനക്ക്. ഞാൻ വീട്ടിൽ വരുമ്പോ കുളിച്ചു. ഓക്കേ, എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട്. ഇല എടുത്ത് പുറത്തേക്ക് പപ്പടായിരിക്കും അല്ല നോക്കാനാ. അച്ചാറ് അല്ല എല്ലാം പുറത്തേക്ക് എടുക്കാം. മതിയാ. ഇത് തന്നെ അച്ചാറ്, കാളൻ, അവിയല്, പരിപ്പ്, കിച്ചടി, കച്ചടി, മോര്, സാമ്പാർ, തൈര്, അതന്നെ ഓളൻ അവിയല്. ഇതിനകത്ത് ചോറ്, പായസം, 2 തരം പായസം, ഒന്ന് സാമ്പാറെന്ന് തോന്നുന്നു അല്ലേ. ഇച്ചിരി പോന്ന പഴം. ഇങ്ങനെ വിശേഷ നിമിഷങ്ങൾ വരുമ്പോൾ നമ്മൾ ആൻസൺ ചേട്ടൻ്റെ ഫുഡാണ് എറണാകുളത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ ഓർഡർ ചെയ്യാറ്. നമ്മുടെ കല്യാണം മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചേട്ടനാണ് ആൻസൺ ചേട്ടൻ. ആൻസൺ ചേട്ടൻ്റെ സദ്യയാണിത്. അപ്പം നമ്മളങ്ങനെ ചെറിയ രീതിയിൽ വിളമ്പി തുടങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം വിളമ്പിയാലായിരിക്കും ഇതെല്ലാം കഴിഞ്ഞൊരു അതെ. അതെ, കഴിവെന്ന് പറയാം. അതാണിത്, ഫസ്റ്റ് ഇതാണിത്. ഇത്രയും പേരുണ്ടായിട്ട് വിളമ്പി കഴിഞ്ഞില്ലല്ലോ. എന്താ ഇവിടെ പ്രശ്നം? കറി കുഴി കുത്തണം. കുഴി കുത്തിരതിൻ്റെ ഉള്ളിലാണ് എല്ലാത്തിലും കൈ കുത്തുക. കൈയിടല്ല, കുഴി ഉണ്ടാക്കണം. ടൈല് സാമ്പാർ ഒഴിക്കും. അങ്ങനെ തന്നെ അല്ലേ ഇത്? ഇതിൽ ആദ്യം പക്ഷെ ഇതില് കറി കയ്യിലുമുണ്ടല്ലേ. എന്താണെങ്കിലും ചോറിലേക്കല്ലേ കറി വരുന്നത്. ഇത് കണ്ട പണ്ടത്തെ മാമൻ നമ്പൂതിരി മോര് പിടിച്ചേരുന്ന അതേ പാത്രം. ഇത് പറയാനാ എന്നോട് ക്യാമറ മോര് എങ്ങനെ ഇളക്കും. സെറ്റണ്ട. ഞാൻ ആവശ്യക്കാർ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് പൊടിക്കും. കൈ എക്സ്പ്രഷൻ ആയില്ലേ? തണ്ടലൊക്കെ കാണണം. നിങ്ങളൊക്കെ നീ എനിക്കിട്ട് താങ്ങണ്ട കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. പിന്നെ കൈ വീഡിയോയില് അതൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ചു തുടങ്ങാം. ഇപ്പൊ അതൊക്കെ എല്ലായിടത്തും കഴിഞ്ഞ് സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം മാറ്റാൻ വേണ്ടി നടക്കാൻ ഇറങ്ങിയേക്കാണ് അല്ലേ അമ്മച്ചി? അതെ, ഓണത്തിന് ഊഞ്ഞാലാണ്ടെന്നാണ് അടിക്കുള് പറഞ്ഞേക്കുന്നത്. ഊഞ്ഞാലാടാൻ വന്നേക്കാം. മിക്കതും ഇവിടുത്തെ അസോസിയേഷൻ ഞങ്ങളെ പിടിച്ച് പുറത്താക്കും. ഒരു മയത്തിലൊക്കെ ഊഞ്ഞാലാടണം കേട്ടോ. കടക്കൊക്കെ ചെന്തപ്പത് ഇവിടെ ഓണായതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ നിറച്ച ആൾക്കാരായിരിക്കും. അങ്ങോട്ട് ആട് കൊണ്ടുവരൂ. ഓണത്തിന് ഊഞ്ഞാലാടില്ല പറഞ്ഞിട്ട് തക്കുവിനോട് മറ്റേല് കയറാൻ പറ്റി. എവിടെ ഊഞ്ഞാലാണ്ടെന്ന് പറഞ്ഞാളെവിടെ? കുട്ടിയാണ് ഞങ്ങളുടെ കുട്ടിയെ ചേട്ടാ. വീഡിയോ എടുക്കാം. പേടിക്കണ്ട, എന്തെങ്കിലും പറ്റിയാ ഞാൻ റെഡിയാക്കി തരാം. പേടിക്കണ്ട. കുക്കുറോക്സ് ചെയ്തു. ഒരു മിനിറ്റ് ചേട്ടാ, ഒരു മിനിറ്റ്. ഒരു വൻ കലിപ്പാണല്ലോ. ഒരു മിനിറ്റ് മതി ആടിയിട്ട് വെറുതെ ഓണായിട്ട് അവരെ എനിക്ക് ആടണ്ട. കുക്ക് കൗണ്ടൊക്കെ ചെയ്തിട്ട് ഇവിടെ പൊര കത്തപ്പോഴാണ് അവിടെ വാഴ വിട്ടത്. അവിടെ ഇത് പാട്ടൊക്കെ പാടുന്നു. കുക്കോ ഓണായിട്ട് ഇനി ഓണത്തല കിട്ടില്ലാന്ന് വേണ്ട, അതുമായി. നോക്കട്ടെ നോക്കട്ടെ. ഓണൊക്കെ ആയതുകൊണ്ട് തിരിച്ച് ഓണായോണ്ട്
മുണ്ടെടുത്ത് കഴിഞ്ഞാൽ കലിപ്പാണ്. അതല്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സദ്യ ദഹിക്കാൻ സദ്യ ദഹിക്കാനാവും. ഞാൻ സന്ധ്യ നീ ഉച്ചതൊട്ട് തുടങ്ങിയതാണ് സന്ധ്യയിലെ കയറി പിടിക്കല്ലേ? സത്യം പറഞ്ഞതൊക്കെ അതെനിക്കറിയാ അമ്മേ. ആ റംസാന തോന്നുന്നു തിരിഞ്ഞു വരും. അവനെ പിടിക്കാൻ നമുക്ക്. കമാൺ അമ്മേ. നിർത്തണ വണ്ടി നമുക്ക്. അതെ അവന് തന്നെയത്. ഇവിടെ വേടാ. ഹാപ്പി ഓണം. യെസ്, അങ്ങനെ നമ്മുടെ ഓണാഘോഷം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ തുടങ്ങിയിരിക്കും. അതെ, അപ്പൊ സദ്യയൊക്കെ കഴിച്ചത് എല്ലാവരും സദ്യ ദഹിക്കാൻ വേണ്ടി ഞങ്ങൾ നടന്നു. അതിനുശേഷം ഞങ്ങൾ ഫ്ലാറ്റിന്റെ ഭംഗിയൊക്കെ ഉണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ വ്ളോഗായിട്ട് ഇനി ഞാൻ മറന്നു പോയാലോ വെച്ചാൽ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പം എല്ലാവരും ഓണം ആഘോഷിച്ചു എന്ന്. അതെ, ഓണത്തല്ലുമായി എല്ലാം ആയി. അപ്പം ഇനി അടുത്ത പരിപാടിയായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.